എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് തൊണ്ടവേദന, തലവേദന, ശബ്ദ അടവൊക്കെയാണ്. ഞാൻ ഈ പറയുന്ന എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കേൾക്കണം. പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഡിസംബർ മാസമാണല്ലോ അല്ലേ, ഭയങ്കര തണുപ്പിൻ്റെ ഒരു സമയമാണിപ്പോൾ. മഴയില്ലാത്ത മാസമാണ്, പക്ഷേ കുറേ മഴകളും എൻ്റെ ഇടയിൽ നമുക്ക് കിട്ടി. കാലങ്ങളിങ്ങനെ മാറി മാറി വരുന്നു, മഴയും വെയിലും ഒക്കെ ആയിട്ട്. എൻ്റെ ചെറുപ്പത്തിലൊരു ഓർമ്മയുണ്ട് എനിക്ക്. ഇതുപോലെ ഡിസംബർ വൃശ്ചിക മാസ സമയങ്ങളിൽ, മാലയിടുന്ന മാസം ഒക്കെ മാറി വരുമെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ആണ് നല്ല തണുപ്പിൻ്റെ സമയമാണ്, നല്ല തണുപ്പാണ്. തണുപ്പൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തണുപ്പുള്ള സമയത്തൊക്കെയാണ് ഡിസംബർ. നല്ല മഞ്ഞ്, രാവിലെയൊക്കെ എണീക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പാടില്ലാത്ത മഞ്ഞ്, അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ഞങ്ങൾ മദ്രസയിലൊക്കെ പോകുന്നത്. അപ്പോൾ അന്നത്തെ ഒരു ഓർമ്മ ഇന്ന് മുറ്റടിച്ചിരുന്നപ്പോൾ എനിക്കുണ്ടായി. അതാണിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ എൻ്റെ ഉമ്മച്ചിയൊക്കെ രാവിലെ മുറ്റടിക്കുമ്പോൾ അത് ആ ഇല തീയിടും. എന്നിട്ട് ആ അടിച്ചടിച്ച് അതിൽ കൂട്ടിയിട്ട് ഉമ്മച്ചി തീയ കായണ കണ്ടുകൊണ്ടായിരിക്കും ഞങ്ങളൊക്കെ എണീറ്റ് വരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ പോയിരുന്നുകൊണ്ട് തീ കായും. അത്രയ്ക്കും തണുപ്പാണെന്ന്. ഇന്നിപ്പോൾ അങ്ങനെ തണുപ്പുകളൊന്നുമില്ല. തണുപ്പെന്ന് പേര് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ തണുപ്പൊന്നുമില്ല. ഇപ്പോൾ തണുപ്പൊക്കെ എവിടെ പോയെന്ന് പോലും അറിയില്ല കേട്ടോ. നല്ല മഴക്കാറുണ്ടെങ്കിലും തണുപ്പില്ല, ചൂടാണെങ്കിൽ ചൂട് സഹിക്കാൻ മേല, അതേപോലെയുള്ള ഇതാണ് ഇപ്പോഴും. രാവിലെ 12 മണി കഴിഞ്ഞാൽ ചെറിയൊരു തണുപ്പുണ്ട് എന്നല്ലാതെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചെറിയൊരു തണുപ്പ് പോലെ തോന്നുന്നു. അതല്ലാതെ നമുക്ക് പണ്ടത്തെ തണുപ്പൊന്നും കിട്ടുന്നില്ല. അതൊക്കെ അന്നത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ ഉള്ളൊരു ജീവിതമായിരുന്നു നല്ലതെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. പിന്നെ അന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ആങ്ങള ഒരു കമ്പിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് എടുത്ത്, ചെറുതാണല്ലോ അപ്പോൾ ഞങ്ങളൊക്കെ ചെറുതായതുകൊണ്ട് ഉമ്മച്ചിയുടെ കൂടെ അടുത്തടുത്ത് ചുറ്റിയിരുന്ന്, എനിക്ക് ഓർമ്മ ശരിക്കില്ലെങ്കിലും നന്നായിട്ട് പറഞ്ഞു കേട്ടുള്ള ഓർമ്മയാണ് അധികവും. പക്ഷെ എൻ്റെ കയ്യിൽ ആ പാടിപ്പോഴും ഉണ്ട്. എൻ്റെ ആങ്ങള ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഒരു കോലയിൽ കൊളുത്തിയിട്ട് തീയിൽ പിടിച്ച് കാണിച്ചു. അപ്പം നന്നായിട്ട് തീയും കത്തി കഴിഞ്ഞപ്പോഴേക്കും അത് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് ചാടിച്ചു. ഇതിപ്പോഴും ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു പാടുണ്ട്. ഇവിടെ ആ പാടിപ്പോഴും ഉണ്ട്, നല്ല നീളത്തിൽ തന്നെ ഒരു പാടുണ്ട്. അതിങ്ങനെ ഇങ്ങനെ ചാടിച്ച സമയത്ത് ഞാനിങ്ങനെ നിലവിളിച്ചും കൊണ്ട് അത് തൂത്തുകൊണ്ട് ഓടിയെന്നാണ് പറയണേ. അപ്പോൾ അതങ്ങനെ നന്നായിട്ടങ്ങ് പൊള്ളി ആ പാടുണ്ട്.